മദ്യം ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന് അവസാനം അവൻ്റെ അന്ത്യം എത്രത്തോളം മോശമാകുമെന്നത് കൂടുതൽ മോട്ടിവേഷനോ ക്ലാസ്സുകളോ തത്വങ്ങളോ പറയുന്നതിനപ്പുറം ജീവിതാനുഭവങ്ങളായി കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത് സമൂഹത്തിന് പ്രചോദനമായേക്കാം, ഒരു തിരിച്ചറിവുണ്ടായേക്കാം എന്ന് കരുതിയിട്ടാണ് മദ്യപാനിയായ ഒരു യുവാവിന് സംഭവിച്ചത്. ഒരു സാമൂഹ്യ സ്നേഹിയായ ഒരു മനുഷ്യൻ തൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഈ നോമ്പായരാ ഒന്ന് വാങ്ങൊടുത്തിട്ടെ എന്ന് വിചാരിച്ച് ഒറ്റ ദിവസം ഏറ്റവും വേഗം ഒന്ന് വാങ്ങൊടുക്കുക. ഏതായാലും 5:43 എന്താ അറിയോ, രാവിലെ തന്നെ മുസ്തഫ എന്നെ വിളിച്ചു ചോദിച്ചു, KP എവിടെ ഉള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇരുമ്പാൻ ഭാഗത്ത് കുറച്ച് വിറക് എടുക്കാൻ വന്ന. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അനിയൻ മരിച്ചിക്കണോ, ആരും ഇല്ല ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ എന്താ അവസ്ഥ, ഒരു 5 ദിവസമായി എന്ന് പറഞ്ഞു കണ്ടിട്ടേ. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ലോഡ് ഉണ്ടല്ലോ, എന്നാൽ ഞാൻ ആ വഴിക്ക് വരാം, കളരാന്തിരി എന്ന വലുതായിട്ട് വരട്ടോ ലോഡായിട്ട്. കാരണം എനിക്ക് കോരങ്ങാട്ടൊക്കെ കൊണ്ടുപോകണ്ട, ആ റൂട്ടിൽ ഞാൻ പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ ഓമശയുള്ള കർമ്മയുള്ള ചെക്കന്മാരെ വിളിച്ച് ഇവരായും അല്ലെല്ലാം കൂടിയിട്ട് പിന്നെ ഒരു 5 ആൾ ഓല് റെഡിയായിരുന്നു. ബഷീർ ഞങ്ങൾ ഇവിടെ റെഡിയായിട്ടാണ്. പോയി നോക്കുമ്പോണ്ടല്ലോ ഒരു മനുഷ്യനും ഒരു മൈൻഡും ചെയ്യില്ല. ഏത് 4 ദിവസം ആയതല്ലാന്ന്, എല്ലാവരെയും വെറുപ്പിച്ചുള്ള ജീവിതം. ഓരോ കേസ് കുടുങ്ങി. ലാസ്റ്റ് ഓന് സുഹൃത്തുമില്ല, വേറെ ആരുമില്ല. കൂടപ്പറപ്പായിട്ട് കുറേ ഈച്ചകളൊക്കെ മരിച്ച് എടുക്കുന്നുണ്ട്. 2 വെസ്കുപ്പിയുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ MDM പെട്ടുപോകണ്ട കേട്ടോ. നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളെ സുഹൃത്താവും കൊണ്ട് നിങ്ങൾക്ക് വരുന്നത്. ഒരു ആംബുലൻസ് പോലും വിളിച്ചിട്ട് വരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ എൻ്റെ മുക്കത്തിനെ വിളിച്ച് എൻ്റെ ഓല ആംബുലൻസ് അങ്ങോട്ടാ പോയതാ. പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓമശ്ശേരിയുണ്ട്, ഡ്രൈവർ അവിടെ ഇല്ലേയും. എന്നിട്ട് പിന്നെ എൻ്റെ നെല്ലിക്ക പറമ്പിൻ്റെ അതെന്തായാലും ആ 3-4 വണ്ടി ഉണ്ടെങ്കിൽ എത്തും. വന്നേരാണ് ഈ ചെക്കനെ കോളേജിൽ കൊണ്ടുപോകുന്നത്. ഒരാളുമില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ നല്ലോണം മാർബിളിൻ്റെ പണിക്ക് പോണ ചെക്ക ഇതിലൊക്കെ പെട്ട് അമ്മനെ വെറുപ്പിച്ച്, അച്ഛനെ വെറുപ്പിച്ച്, ഏട്ടന്മാരെ വെറുപ്പിച്ച്, ആർക്കും വേണ്ടാത്തൊരവസ്ഥ. ഏതായാലും കരുതിക്കോളി ചെക്കന്മാർ. നല്ലോണം ജീവിക്കുന്ന ചെക്കന്മാരൊക്കെ ഈ വലയിൽ പെട്ടുകൊണ്ട പെൺകുട്ടികളും ഓരോരോ അനുഭവം കാണുമ്പോന്നാ എനിക്ക് ആ പാവം കടുക്കണ കടത്തം കണ്ടിട്ട്. ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഇപ്പം 4-40 ദിവസം കഴിഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളെ ചെയ്യും, യാത്ര ആക്കും. ഇനി ആരും ഇല്ലെങ്കിൽ ഉത്തരവാദിത്തമൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കും. അതിനൊക്കെ പഠിച്ചോ നമ്മളൊക്കെ പഠിച്ചിട്ട് ഈ റമദാൻ മാസമായിട്ട് നോമ്പ് പറ്റി അതിൻ്റെ ഇരട്ടി പുണ്യം കിട്ടും. പക്ഷേ ഒരു ചെക്കന്മാരൊക്കെ ഈ നാട്ടിൽ ആർക്കും വേണ്ടാത്തവനായിട്ട് സ്വയം മരണത്തിന് കീഴടങ്ങേണ്ട അവസ്ഥ നോക്കണം. ഏതായാലും അള്ള കാക്കട്ടെ നമ്മളെ ചെക്കന്മാരെയും പെൺകുട്ടികളൊക്കെ. ശ്രദ്ധിച്ചോളി. ഒരു MDMO കഞ്ചാവോ ഞമ്മക്ക് തരുന്നേ അല്ലെ നമ്മളെ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നോ സുഹൃത്തല്ല. നമ്മളെ കൊലയാളിയാ. ഇന്ന് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചോളാണ്ട്. ഇന്ന് ഇനി കുടിക്കണോന്ന് ചോദിക്കണോ കൊലയാളിയാണോ, ഇനി വലിക്കണോന്ന് ചോദിക്കണോ, എങ്ങനെ സുഹൃത്താൻ കഴിയോ? ഏതായാലും അള്ളാഹ് കാക്കട്ടെ, പ്രാർത്ഥിക്കാൻ വേണ്ടി. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ ആ വാർത്ത കേട്ടപ്പോൾ മനസ്സൊന്ന് പിടച്ചുപോയി. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ യുവാക്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ പലപ്പോഴും അത്തരം അപകടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ലഹരി ഒന്നിനും പരിഹാരമല്ല എന്ന് വേണ്ട, അത് സമൂഹത്തിൽ മൊത്തത്തിൽ എന്നതിലപ്പുറം സ്വന്തം ശരീരത്തിന് പോലും സ്വന്തത്തിന് പോലും ഒരു നിലയും വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആരാലും തിരിഞ്ഞു നോക്കാൻ കുടുംബക്കാരോ കൂടെ ഉണ്ടായിരുന്ന ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന സഹോദരങ്ങളോ കൂട്ടുകാരോ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് എന്തൊരു വേദനാജനകമാണ്. ഈ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ പോലെ ഇത്തരം അപകടങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളും യുവസമൂഹവും ചെറുപ്പക്കാരികളൊക്കെ എത്തിപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ കൂട്ടുകെട്ടാണ്. കൂട്ടുകെട്ട് നന്നായാൽ ഒരുവിധ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരു മനുഷ്യനെ നല്ലവനാക്കുന്നതും ചീത്തയാക്കുന്നതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അവൻ്റെ കൂട്ടുകെട്ടാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലങ്ങൾക്ക് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു വ്യക്തിയുടെ നന്മ തിന്മ തിരിച്ചറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവൻ്റെ കൂട്ടുകെട്ടാണ്. കൂട്ടുകെട്ട് എങ്ങനെയാണോ അതുപോലെയായിരിക്കും
ഒരു വ്യക്തി എന്നാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരാൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് തിരിച്ചറിയാൻ അവൻ്റെ കൂട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി, കൂട്ടുകെട്ട് എങ്ങനെയാണോ എന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, ഫൽ യൻളുർ അഹദുക്കും ലിമൻ യുഖാലിൽ, നീ ആരോട് കൂട്ടുകൂടുന്നുവോ, ആരെ കൂടെയാണ് നീ സൗഹൃദം പങ്കുവെക്കുന്നത് എന്ന് നീ കൃത്യമായി ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം കൂട്ടുകൂടാനെന്നാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നാട്ടിൽ നമ്മുടെ മക്കൾക്ക്, കൗമാരപ്രായക്കാരായ യുവാക്കൾ യുവതികൾക്കൊക്കെ വെക്കേഷൻ്റെ സമയമാണ്. ഒരുപാട് അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളെ വികസിപ്പിക്കാനും അവരുടെ സർഗാത്മകമായ കഴിവുകളൊക്കെ പുരോഗതിപ്പെടുത്താനും ജീവിത മാർഗങ്ങളുടെ പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താനും മറ്റുള്ള പല അവസരങ്ങളും ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ല സമയമാണ്. ആ അർത്ഥത്തിൽ ഈ സമയത്ത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പ്രത്യേകം നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾ അവർ ആരോട് കൂട്ടുകൂടുന്നുണ്ടോ, അവരെങ്ങോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകൽ ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. അല്ലാതിരുന്നാൽ നമ്മുടെ മക്കളെ തോന്നിയതുപോലെ അവരുടെ അസമയത്തുള്ള പോക്ക് വരവ്, രാത്രി സമയങ്ങളിലെ വൈകിക്കൊണ്ടുള്ള വീട്ടിലേക്കുള്ള തിരിച്ചുവരവ്, ഇതൊക്കെ നമ്മളങ്ങനെ നെവർ മൈൻഡാക്കി വിട്ടുകൊടുത്താൽ നാളെ ഈ മക്കളെക്കുറിച്ച് ആലോചിച്ച് കണ്ണീരൊഴിക്കേണ്ട സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ മക്കൾ ഉപകാരപ്പെടാൻ അവരുടെ ജീവിത ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കെപ്പോഴും ഉണ്ടാകണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.